എന്ന ഒരാളെ കൂടെ വേണം. മറ്റവക്കിട്ടൊരു പണി കൊടുത്താലോ? മാം, താനാണോ ഗേൾസിന്റെ റപ്പ്? ഞാന് ഒരു ഫീമെയിൽ റപ്പിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്നാ പറ, ആരെയാ തനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളേ? ദേ ആ കൊച്ചിനെ. ഞാനോ? എന്റെ കുഞ്ഞിഷ്ണ. ഹേ യു, മായ, am I right? അതെ മാം. സോ മായക്ക് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലല്ലോ? അല്ല, അത് മാം ഞാൻ അത് കലക്കിയളിയ നീ അവൾക്കിട്ട് കൊടുത്തത്. ഒരു ഇൻട്രോവേർട്ടിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പണിയായത്. നിനക്ക് തൽക്കാലം ഇത് മതി. ഇനി മറ്റവൾ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവസരം വരട്ടെ. അവൾ ഇൻട്രോവേർട്ടാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതിനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ? നീ അങ്ങോട്ട് നിക്ക് പെണ്ണേ, ഒന്നുമില്ലേലും ടെമ്പററി അല്ലേ. പിന്നെ ഇതവൻ അറിഞ്ഞു തന്ന പണിയാ. മടിച്ചു നിന്ന അവൻ ജയിച്ച പോലെ. സോ just say yes girl. മായ, താനൊന്നും പറഞ്ഞില്ല. Are you ready? I'm ready ma'am. Good. So Maya and Ram will be your temporary representatives. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് കാണും. ക്ലാസ് കഴിഞ്ഞ ശേഷം മായയും റാമും ഓഫീസ് റൂമിലേക്ക് വരണം. That's it. എന്നെല്ലാരും സിലബസ് നോട്ട് ചെയ്തോളൂ. അതങ്ങ് കഴിഞ്ഞു കിട്ടി. കുറച്ചു നേരം റെസ്റ്റ്. അളിയാ, നല്ല വിശപ്പ്. നമുക്ക് കാന്റീൻ പോയാലോ? ഞാൻ പറയാൻ വരെയായിരുന്നു. കണ്ട, നീ മനസ്സിൽ കാണുമ്പോഴേക്ക് ഞാൻ അത് മാനത്ത് കാണും. നിന്റെ കണ്ണതിനെ ഏതു നേരം മാനത്താണല്ലോ. ഊക്കുന്നോടാ ശക്തി. അല്ല, ഇവനിതെങ്ങോട്ടാ? അളിയ ശക്തി, ഞാനും വരുന്നു. ഇന്ന് അവനെ പിഴിഞ്ഞു വല്ലതും കഴിക്കാം. എച്ച് എന്നും എച്ച് തന്നെ. ഞാൻ വേണ്ട. അല്ല, സാറ് വരുന്നില്ലേ? അതോ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഇവിടെ ആര്? എന്റെ അമ്മായി വെറ്റി കിടക്കുന്നോ കാവലിരിക്കാൻ? ഞാനും വരുന്നു. ശരി, എന്റെ അമ്മായിക്കൊക്കെ നീ കാവലിരിക്കോ? കൊള്ളാലോടാ നീ. എടാ എടാ എടാ, ജേക്കബിന്റെ പുന്നാര മോനെ, നീ വേണ്ട 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 അളിയാ. തന്തയ്ക്ക് വിളി തന്നെ ധാരാളം. ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. എന്നാ വാ, നടക്ക്. പ്രഭു മുന്നിൽ നടന്നാലും അനിയായി പിന്നിൽ വന്നേക്കാം. മിണ്ടാണ്ട് വാടാമായി ഡിയറേ. അവര് പോയി കിട്ടി, സമാധാനം. നീ എന്തിനാ പെണ്ണെ ഇതുങ്ങൾ ഇങ്ങനെ പിടിക്കുന്നേ? അവരിത്തിരി പ്രശ്നക്കാരാണെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? വന്നപ്പോ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടു. അതൊരു വല്ലാത്ത പെടലായിരുന്നു. അതെന്തു പറ്റി? ഓഹോ, ഇങ്ങനെയൊക്കെ ഉണ്ടായോ? പക്ഷേ ഈ കോളേജിനെ പറ്റി പുറത്തൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. സ്പോർട്സിലും ആർട്സിലും ഒക്കെ ചാമ്പ്യൻസ് അല്ലേ ഈ കോളേജ്? ആർട്സും സ്പോർട്സും മാത്രമല്ല, ആ പോയ ശക്തിയായിരുന്നു കഴിഞ്ഞ 3 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പർ. പിന്നെ എന്റെ പട്ടരും അത്ര മോശമൊന്നുമല്ല. അതാരാ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. ആളെ പരിചയപ്പെടുത്തി തരാം. ഇവൻ ഇതെവിടാ? ഡോ പട്ടരെ, ഇവിടെ വന്നേ. ஹாய் காய்ஸ், மாதவ் கிருஷ்ணமூர்த்தி. நீங்க இங்க புதுசில்லை? എന്താ? പട്ടരെ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഇതേ കേരളവാ. മലയാളം പറഞ്ഞാ മതി. അവന്റെ ഒരു തമിഴ് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ കൊണ്ട് വന്നോളൂ. തമിഴണ്ടേ? ഇത്രയും കൊല്ലം തമിഴ് പറഞ്ഞ ശീലമായ എനിക്ക് അടിക്കടി തമിഴ് വരുന്നത് സ്വാഭാവികമല്ലേ? അതുകൊട്ടെ, എവിടെ നമ്മുടെ പുതിയ റപ്പ്? റാം അതല്ലേ പേര്? അതെ. താങ്ക് യു സോ മച്ച്. അല്ല, കൺഗ്രാചുലേഷൻസ് അല്ലേ പറയണ്ടേ? നോ, എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ്. താനെങ്ങാനും റപ്പാവാൻ തയ്യാറായില്ലായിരുന്നേ, ഇക്കൊല്ലോ ഞാൻ തന്നെ മെനക്കെടേണ്ടി വന്നേനെ.
എന്റെ പട്ടരെ, തനിക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലാടോ. അതുകൊണ്ടല്ലേ എല്ലാരും തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലും മനസ്സിലാവാത്ത മണ്ടൻ. മണ്ടനാ? മകളെ, യാരടി മണ്ടൻ? നീ തന്നെ. അല്ല, ഇത് ടെമ്പററി ആണെന്നല്ലേ മിസ് പറഞ്ഞ്? അച്ചടാ, എന്റെ കൊച്ച് അതും വിശ്വസിച്ചാണോ ഓക്കെ പറഞ്ഞേ? എന്നാ കേട്ടോ, നമ്മുടെ കോളേജിലെ പൊളിറ്റിക്സ് പാടില്ലെന്ന് മാനേജ്മെന്റിന്റെ റൂളുണ്ട്. അതുകൊണ്ട് ആ വക ഇലക്ഷൻ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. മെയിൻ ഇലക്ഷൻ എന്ന പേരില് ഇന്നത്തെ പോലെ ഇൻട്രസ്റ്റ് ആയവരെ സെലക്ട് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കും. മിക്കവാറും ഇന്നത്തെ പോലെ ആരും തന്നെ ഇൻട്രസ്റ്റ് കാണിക്കില്ല. സോ ടെമ്പററി റെപ്പ് തന്നെ പെർമനന്റ് റെപ്പായിട്ട് മാറും. എന്റെ കുഞ്ഞീഷ്ണ, മരിയ, നീ ടെൻഷൻ ആവൊന്നും വേണ്ട. നിനക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത മെയിൻ ഇലക്ഷന് ഞാൻ നിന്നോളാം, പോരെ? ശരിക്കും? അല്ല, നിങ്ങളുടെയൊക്കെ വീട് എവിടാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡീറ്റെയിൽസ് പറ. ഞാൻ ഇവിടെ അടുത്ത. അമ്മ ഒരു സ്കൂൾ ടീച്ചറാ. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമായിട്ട് അങ്ങനെ പോകുന്നു. അത് കൊള്ളാം. അമ്മയ്ക്ക് കൂട്ടിന് ഒരാളെ ഇവിടുന്ന് കിട്ടുമോ നോക്ക്. എന്തിന് അവന്റെ ജീവിതം തൊലയാന്? എന്താ പറ്റേ ഒരാലോചന? എന്തോ ഇല്ലേ? അല്ല, മായയുടെ വീട്ടിലാ? എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഞാനും. അച്ഛന്റെ ജോലി കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സ്ഥലം ഇല്ല. ഇപ്പോ വീട് മാറിക്കൊണ്ടേയിരിക്കും. ഒറിജിനൽ പ്ലേസ് ട്രിവാൻഡ്രം. ഇപ്പൊ ഇവിടെ രാമനാട്ട് വരാം. അത് കുറച്ച് ദൂരം ഉണ്ടല്ലോ. നീ അപ്പോ ഹോസ്റ്റലിലാണോ? അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ ചേരാനൊരു... അങ്ങനെയാണോ? ഞാനും ഹോസ്റ്റലിലാ. പിന്നെന്ത് വേണം? നീ അങ്ങ് ജോയിൻ ചെയ്യുമായേ. നമുക്ക് 3 പേർക്കും കൂടെ അങ്ങ് പൊളിക്കാം. ഹോസ്റ്റലിൽ പൊളിയാ മതി. പപ്പയോട് ചോദിക്കട്ടെ. അല്ല, അച്ഛനെന്താ ജോലി? പപ്പ IPS ഓഫീസറാ, മമ്മ അഡ്വക്കേറ്റ്. അത് നല്ലതാ പോച്ച്. പോലീസും വക്കീലും ഒരു വീട്ടിൽ. അല്ല, തന്റെ പേരെന്തായിരുന്നു? മരിയ ലില്ലി ജേക്കബ്. അതെന്താ പേരിന്റെ കൂടെ ഒരു ലില്ലി ജേക്കബ്? എന്റെ മമ്മയുടെ പേരാ. അപ്പൊ പപ്പ? എനിക്ക് മമ്മിക്ക് ഞാനും. അത്ര മാത്രമേ ഉള്ളൂ. ഓ സോറി. തനിക്കിപ്പോ ഞങ്ങളില്ലേ? അല്ല, തന്റെ വീട് എവിടെയാ ശരിക്കും? കൊല്ലത്തോ? അങ്ങേയറ്റത്തൂന്ന് ഇങ്ങേയറ്റത്തേക്ക് വന്ന് പഠിക്കാനുള്ള കാരണം? സ്കോളർഷിപ്പോ? ഇവിടെയോ? ഇവിടെ മാനേജ്മെന്റ് മുഖേന സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ അത് കിട്ടാൻ അത്യാവശ്യം മാർക്ക് വേണം. തനിക്കപ്പോ ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഞാനായിരുന്നു MG യൂണിവേഴ്സിറ്റി ടോപ്പർ. യൂണിവേഴ്സിറ്റി ടോപ്പറോ? ശരിക്കും? മമ്മയ്ക്ക് എന്റെ പഠിപ്പിന്റെ മറ്റും ഫീസും കാര്യങ്ങളും നോക്കാൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവും. അപ്പോഴാ ഈ കോളേജിനെ പറ്റി അറിഞ്ഞത്. ഇവരാവശ്യപ്പെട്ട ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് താനും. സോ അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടി, ഞാനിങ്ങ് പോന്നു. അപ്പോ 2 യൂണിവേഴ്സിറ്റി ടോപ്പർ ഉള്ള ക്ലാസ് ആണ് നമ്മുടേത്. ഇത്തവണ ആരാവെന്ന് കണ്ടറിയാം. എനിക്ക് ரொம்ப പസിക്കുതുമാ. ക്യാൻറ്റീൻ പോലാമാ? എടി വിശക്കുന്നടി, ക്യാൻറ്റീൻ പോയി വല്ലതും കഴിക്കാന്ന്. അങ്ങനെ മലയാളത്തിൽ പറ. അല്ല, നിങ്ങൾ വരുന്നോ? ഇല്ല, നിങ്ങൾ വിട്ടോ. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. കൊള്ളാല്ലേ കപ്പിൾസ്? എന്താ മോനെ, അവരെ കാണുമ്പോ കമ്മിറ്റഡ് ആവാൻ തോന്നുന്നുണ്ടോ? നോ. എനിക്ക് സ്പാർക്ക് അടിക്കുന്ന വിധത്തിൽ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ. ഇനി കണ്ടാലോ? ഇനി കാണുവാണെങ്കിൽ അപ്പൊ നോക്കാം. നിക്കടി അവിടെ. നിക്കുലടാ പട്ടി. Subhanallah, Subhanallah, Subhanallah.
ചേട്ടനാടി പ്രാന്തി. അത് പട്ടിയല്ല, പേപ്പട്ടി. കഴിവുണ്ടെങ്കിൽ ഓടിപ്പിടിയറ, കഴിവില്ലാത്തവനെ. നിക്കടി, നിക്കാനാ പറഞ്ഞേ. ഓ മൈ ഗോഡ്, വഴി തീർന്നു. എടി പ്രാന്തി, ആഹാ കുടുങ്ങിയ നിന്നെ നിന്നെ ഞാനിന്ന് സൂപ്പ് വെക്കടി. ഓ ഷീറ്റ്, ഈ ചുമരൊക്കെ ആരവിടെ പണിത് വെച്ചേ? കോളേജിലാണോ ചുമരൊക്കെ പണിയുന്നേ? ചെവി 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 ചെവിന്ന് വിടറാ. താടി, എന്റെ ATM കാർഡ് ഇങ്ങ് താടി മാമന്റെ മോളെ. ദേ മര്യാദക്ക് കിട്ടോ, ഇല്ലേ ഈ കാർഡ് ഞാൻ 2 കഷ്ണാക്കും. നോനോ, അരുത്, എന്റെ പൊന്ന് താറാവല്ലേ. താറാവ് നിന്റെ കുഞ്ഞമ്മ. അല്ല, എന്റെ പൊന്ന് താരമോളല്ലേ. ഈ മാസത്തെ 2ാമത്തെ കാർഡാടി. നിനക്ക് ദേഷ്യം വരുമ്പോ പൊട്ടിക്കാനുള്ളതാണോ പെങ്കൊച്ചെ എന്റെ ATM കാർഡ്? ദേ, ഇനി കാർഡ് പൊട്ടിച്ചോണ്ട് ചെന്ന കിട്ടുന്ന പോക്കറ്റ് മണി കുറയുന്ന എന്റെ പപ്പ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചേട്ടന്റെ പൊന്നതിങ്ങത്താ. ചേട്ടനാ? മരപ്പട്ടി, നിന്നൊക്കെ 4 മന്ത്സ് മൂത്തത് ഞാനാ. നീ വേളെ 4 മന്ത്സോ 4 ഇയേഴ്സോ ഒക്കെ വലുതായിക്കോ. ആ സാധനം ഇങ്ങത്താ കൊച്ചേ, പ്ലീസ്. ലെറ്റ് മീ തിങ്ക്. ആ തിങ്ക് തിങ്ക്, നല്ലോണം തിങ്ക്. അല്ല, എന്റെ കൊച്ചിനിപ്പ എന്താ ഇത്ര ദേഷ്യം? അയ്യോ, ഞാനത് മറന്നുപോയി. മറന്നുപോയാ? ഇല്ല, കിട്ടി. നീ ക്ലാസ്സിൽ നിന്ന് ആ ചെറുക്കന്മാരോട് മഞ്ജിലയാണ് ക്ലാസ്സിൽ ഏറ്റവും ലുക്കുള്ള കൊച്ചെന്ന് പറഞ്ഞത് എന്റെ ബൈനോക്കുലർ ചെവികൾ കേട്ടടാ. ബൈനോക്കുലർ ചെവിയാ? അതെന്തോന്ന്? അല്ല, അതിനെന്താ, ഞാൻ ഉള്ളതല്ലേടി പറഞ്ഞേ. ആഹാ, അപ്പൊ അവളാണോ എന്നെക്കാൾ ലുക്കുള്ളത്? എന്നാ നീ കാർഡ് ഉപയോഗിക്കണ്ട. നിന്റെ മത്തങ്ങ കണ്ണിൽ എന്താണ്, എന്നെ കണ്ടൂടെ? ഇപ്പൊ കാര്യം മനസ്സിലായി. എന്റെ കൊച്ചിനെ ജെല്ലി അടിച്ചതാ. അതെ താരമോളെ, ചേട്ടൻ അല്ല അനിയൻ ചുമ്മാ അവളെ ഒലിപ്പിക്കാൻ പറഞ്ഞതാടി. സത്യം. ശരിക്കും നമ്മുടെ ക്ലാസ്സിലെ എന്തിന് ഈ കോളേജിലെ തന്നെ ഐശ്വര്യനായി നീയല്ലേ? സത്യം സത്യം, ശിവം, സുന്ദരം. എന്നാ ഓക്കെ, എന്നാ നിന്റെ കാർഡ്. ദൈവം കാത്തു. ഈ പട്ട് പെണ്ണിന് എന്തിനാ എന്റെ ക്ലാസ്സിൽ തന്നെ ചേർത്ത് എന്റെ ഈശ്വര. നീ വരണില്ലേ അപ്പോയെ? ഓ വരണ. അല്ല, നമുക്ക് നെക്സ്റ്റ് പീരീഡ് കട്ടാക്കിയാലോ? ഇംഗ്ലീഷ് അല്ലേ, സോ ബോറിംഗ്. ഇംഗ്ലീഷ് ബോറിംഗോ? ഇത്ര ബ്യൂട്ടിഫുൾ ആയ വേറെ ഭാഷയുണ്ടോ? എടാ മണ്ട, നീ കേട്ടിട്ടില്ലേ? എന്ത്? എടാ ABCDEFG HHK LMNOP QRST UVWXYZ ടാ. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. എടി, ആ ശിവേട്ടന്റെ പെങ്ങളാ നീ എന്ന് പറഞ്ഞ ഇവിടെ ഒരിടത്തും പോലും വിശ്വസിക്കില്ല. 2 രാവും പകലും പോലെ. അങ്ങയുടെ അനിയത്തിയാന്ന് ഇപ്പാരും പറയണമെന്നില്ല. ഞാനേ ശിവയുടെ അനിയത്തിയല്ല, ശക്തിയേട്ടന് മാത്രം അനിയത്തിയാ. ഓ, ചേട്ടനും അനിയത്തിയും കണ്ടാ മിണ്ടൂലല്ല. എന്റെ തെറ്റ് പ്രഭു, ഇനി പറയൂല. അതുകൊട്ടെ, ഇന്ന് PG-കാർക്ക് ക്ലാസ് തുടങ്ങി, നീ അറിഞ്ഞാ? സോറി കുട്ടാ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വായ്നോട്ടം. താരേ ചികുമയാ ചികുമ. ഓ, അവളുടെ ഒരു ചികുമ. ഇടി മണ്ടി. യെസ്, മിസ്റ്റർ ശിവയ്ക്കും ശക്തിക്കും ഇന്ന് ക്ലാസ് തുടങ്ങിയെന്നാ ഞാൻ പറഞ്ഞേ. ഓ ഗോഡ്, ബാഡ് ന്യൂസ്. അതുകൊണ്ട് നല്ല കൊച്ചായിട്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ നില്ലേ. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ നടപടി എടുക്കാം. ആ മോളിപ്പിങ്ങു ബാ, എനിക്ക് വിശക്കുന്നു. അയ്യ, ഇവനിതെങ്ങോട്ടാ? എന്തായാലും ക്യാൻറ്റീനിലോട്ടല്ല, ഇന്റർവെല്ലിന് അവൻ എങ്ങോട്ട് വരാനാ പറഞ്ഞേ? ഓ ഗോഡ്, ചാത്തൻസ്. മാതാവേ, ഇപ്പൊ പോയ ഇവന്റെ കൂടെ എനിക്കും കിട്ടും. ഇങ്ങനെ ഒരു വഴി കാണിച്ചു തരണ്ടേ സാത്താനെ. അളിയ, ഞാൻ ഇപ്പോഴും ഓർത്തേ, മരിച്ചുപോയ എന്റെ അപ്പാപ്പനെ ഞാനൊന്നും വിളിച്ചില്ല. ഞാനൊന്ന് വിളിച്ചിട്ട് സുഖവിവരം അന്വേഷിച്ചിട്ട് ഇപ്പൊ വരാവേ. എടാ കൊള്ളപ്പലിശക്കാരൻ ജേക്കബിന്റെ പുന്നാര മോനെ, നീ അങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങണ്ട. കിട്ടുവാണെങ്കിൽ നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് വാങ്ങാം. നടക്ക് നടക്ക്. അയ്യ, എന്താ അവിടെ? ശക്തി, ശക്തി, അലിയ, അലിയ വേണ്ടടാ. ശക്തി, ഒന്ന് നിർത്ത്. ശക്തി, മിണ്ടരുത് രണ്ടും. ശിവ, ഇതൊരു കോളേജ് ക്യാമ്പസാ,
അല്ലാതെ ബാറല്ല. കോളേജ് തുറന്നത് ഇന്നല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതും ഇന്നാ. ഇവിടെ ഈ ക്യാമ്പസിലെ വേറെ ഒരു പിള്ളേരും കയറാറില്ല. പിന്നെ എങ്ങനെ ഇവിടെ കുപ്പി വന്നു? അലിയ, അത് ജെയിംസേ, ഞാൻ ചോദിച്ചത് ശിവയോടാ. അതിന്റെ ഉത്തരം അവൻ തന്നെ തന്നാ മതി. അത് ഭാസ്കരേട്ടൻ. ഹോ, കോളേജ് വാച്ച്മാൻ ഈ ഏർപ്പാടും തുടങ്ങിയോ? കാണുന്നുണ്ട് ഞാൻ. ശക്തി, നീ പോയി ഇനി അങ്ങനെ ചീത്ത പറയൊന്നും വേണ്ട. അയാള് പറ്റില്ലെന്ന് പറഞ്ഞതാ. ഞാൻ നിർബന്ധിച്ചപ്പോ നീയൊക്കെ എന്തെങ്കിലും ചെയ്യും, എനിക്കെന്താ. പിന്നെ നിന്റെ അച്ഛനും ചെറിയച്ഛനും അച്ഛമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ കോളേജിന്റെ സൽപ്പേര്. നീ ആയിട്ട് അതില്ലാതാക്കരുത്. ശക്തി, ഇവിടെ മറ്റൊരു സ്റ്റുഡൻസും കുടിക്കുന്നില്ലല്ലോ. നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇത് നിന്റെ അച്ഛന്റെ കോളേജ് ആയതുകൊണ്ടോ? യു ആർ സ്റ്റിൽ എ സ്റ്റുഡന്റ്. പിന്നെ ഇനി തൊട്ട് നീയും ഇവനും കോളേജ് ടൈമിൽ കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞ. ശക്തി, അത്ര പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്നതല്ലടാ ഇത്. മാറ്റാൻ എനിക്കറിയാം. അവൻ നല്ല ദേഷ്യത്തിലാണല്ലോ അളിയ. മിണ്ടരുത്, നീ ഒരൊറ്റാണ് കാരണ. ഐ ശരി, ഞാൻ എന്ത് ചെയ്ത്? നീ അല്ലേടാ ഒറ്റിക്കൊടുത്തേ. ഞാനൊരു ദുർബല ഹൃദയത്തിനുടമയായി പോയടാ. അവൻ എങ്ങനെ നിർത്തിക്കുന്നാണാവോ ഉദ്ദേശിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൻ ഏതായാലും ഇപ്പൊ മനസ്സിലായി കാണും. എന്റെ ഒരു വീക്ഷണ കോണകത്തിന്റെ ഉൾവെളിച്ചത്തിൽ ഇനി ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. അതെന്താ? മൗനവ്രതം. അവൻ നിന്നോട് മിണ്ടാതിരുന്ന നീ താനെ എന്ത് കാര്യം സമ്മതിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. വാടാ. ശക്തി, നിക്ക്. ശക്തി, നിക്കടാ. ഫൈൻ, ഞാൻ ഇവരും ഇനി കോളേജ് ടൈമിൽ കുടിക്കില്ല. സത്യം. വിശ്വസിച്ചു. എടാ സത്യം, അച്ഛനാണ് സത്യം. അല്ല, അച്ഛനെയാണ് സത്യം. മിണ്ടാണ്ട് പോടാ. ശക്തി, നീയാണ് സത്യം. ഇനി ഉണ്ടാവില്ല. Nisa